ഹലോ ഗൈസ്, അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു പായസമൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെ? സോ ലെറ്റ്സ് മേക്ക് പായസം ടുഡേ. സോ വി ഹാവ് ഈസ്റ്റേൺ പായസം റെഡി മിക്സ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പായസം സേമിയ പായസമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അടപ്പായസമൊന്നും എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, ബട്ട് സേമിയ പായസം ഇസ് മൈ ഫേവറേറ്റ്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. അപ്പോൾ നമ്മൾ പായസത്തിനുള്ള പാൽ ഇവിടെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇതിൽ പറയുന്നത് എന്താ, ബോയിൽ മിൽക്ക്, പിന്നെ ആഡ് എൻ്റെ പാക്കറ്റ് ഓഫ് ഈസ്റ്റേൺ സേമിയ പായസം മിക്സ് ഇൻ ടു ദ ബോയിലിംഗ് മിൽക്ക്. അപ്പോൾ ഇത് തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് ഓണത്തിലെ സദ്യയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡിഷ് പായസമാണ്. പിന്നെ അതും സേമിയ പായസം തന്നെ. സേമിയ പായസം കഴിഞ്ഞിട്ട് പാലട പായസം ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ സ്വീറ്റ് ഡിഷസിലാണെങ്കിൽ പോലും ലഡു, ജിലേബി, അതിനേക്കാളും എനിക്കിഷ്ടം പായസമാണ്. എനിക്ക് ജിലേബിയൊന്നും എനിക്ക് വലിയ ഇഷ്ടം പോലും ഇല്ല. സോ നമ്മുടെ പാലിവിടെ തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് മിക്സ് ഇടാം. ഇവിടെ തിളച്ചു വന്നിട്ട് സോ ഞാനിവിടെ പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടോ ഇങ്ങനെ ഫുഡ് ക്രേവിങ്സ്? എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തോന്നും ഈ സാധനം കഴിക്കണം, ആ സാധനം കഴിക്കണം എന്നൊക്കെ. അപ്പോൾ അത് അന്ന് തന്നെ കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസമാണ് എനിക്കത് കിട്ടുന്നെങ്കിൽ എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് കുറയും. പിന്നെ എനിക്കത് ഉണ്ടാക്കാനേ തോന്നത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ തൊട്ട് പായസം കുടിക്കണമെന്നുണ്ടായിരുന്നു. ഇന്ന് കിട്ടിയപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ പായസം ഇസ് റെഡി. ഈ പായസം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഉണ്ടാക്കാനുള്ള ഒരു മനസ്സും കൂടെ വേണമല്ലോ. അതെനിക്കുണ്ടായിരുന്നു. നമുക്ക് സെർവ് ചെയ്യാം. സോ നമ്മൾ പായസം ഉണ്ടാക്കി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകാം. എൻ്റെ പായസം കാണുന്നത് ഈ ഫ്രെയിമിൽ പായസം കാണിച്ചത് പൊക്കാനും പറ്റില്ല, ഭയങ്കര ചൂടാണ്. താത്തേ അല്ല പായസം ഇല്ല, നമുക്ക് പായസം കുടിക്കാം. കുടിച്ചു നോക്കാം എങ്ങനെയൊന്നുമില്ല. ആദ്യം തന്നെ ഞാൻ തന്നെ കുടിച്ചു നോക്കണമല്ലോ, ഞാൻ ഉണ്ടാക്കിയ പായസമല്ലേ. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അതെങ്ങനെ ഇതിൻ്റെ അകത്തെല്ലാം ഇൻഗ്രീഡിയൻസ് അവരിട്ട് തന്നെയില്ല, ഞാൻ ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ. പക്ഷെ ഉണ്ടാക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായി, അത്രേ ഉള്ളൂ. പപ്പ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. പറ അതെങ്ങനെ, ഞാൻ ഉണ്ടാക്കിയതല്ലേ.